കണ്ണൂർ വിഷൻ നേർരേഖയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് ഹൃദ്യമായ സ്വാഗതം. നേർരേഖ ക്രൂ എന്നുള്ളത് ഒരു ബീഡി തെറുപ്പ് കേന്ദ്രത്തിലാണ്. ദിനേശ് ബീഡി സഹകരണ സംഘത്തിൻ്റെ ഒരു ശാഖ അല്ലെങ്കിൽ ഒരു ബ്രാഞ്ച്. ഒരു കാലത്ത് ഏതാണ്ട് 1,00,000 പേർ ജോലി ചെയ്തിരുന്ന ഒരു സഹകരണ പ്രസ്ഥാനമായിരുന്നു ദിനേശ് ബീഡി. ദിനേശ് ബീഡി തുടങ്ങുന്നത് തന്നെ ഒരു ചരിത്ര പശ്ചാത്തലമുണ്ട്. ആദ്യകാലത്തൊക്കെ സ്വകാര്യ കമ്പനികളിലായിരുന്നു ഈ നാട്ടിലെ ജനങ്ങളെല്ലാം ബീഡി തെറുപ്പ് എന്ന ജോലി ചെയ്തിരുന്നത്. ഒരു സുപ്രഭാതത്തിൽ നമ്മുടെ നാട്ടിൽ നിന്ന് ആ സ്വകാര്യ കമ്പനികളെല്ലാം അടച്ചുപൂട്ടി നാടുവിട്ടു. തൊഴിൽ നിയമം, തൊഴിൽ ജനങ്ങളുടെ അതൊരു അവകാശമായി മാറുകയും അതിനെ കൂലി നിശ്ചയിക്കപ്പെടുകയൊക്കെ ചെയ്തപ്പോൾ സംസ്ഥാന സർക്കാർ അത്തരമൊരു തീരുമാനമെടുത്തപ്പോൾ സ്വകാര്യ കമ്പനികൾ ഇവിടെ നിന്ന് സ്ഥലം വിട്ടു. അന്ന് ആയിരക്കണക്കിന് തൊഴിലാളികളാണ് രാവിലെ കമ്പനിയിലെത്തുമ്പോൾ കമ്പനി പൂട്ടിക്കിടക്കുന്നത് കണ്ടത്. അന്ന് മത്തായി മാഞ്ഞൂരാൻ്റെ TV തോമസിൻ്റെയൊക്കെ നേതൃത്വത്തിൽ രൂപം കൊണ്ട ഒന്നാണ് ദിനേശ് ബീഡി. ദിനേശ് ബീഡിയുടെ ചരിത്രത്തിന് കേരളത്തിൻ്റെ സാംസ്കാരിക, സാമൂഹ്യ, രാഷ്ട്രീയ രംഗങ്ങളിൽ ഏറെ പ്രാധാന്യമുണ്ട്. അന്ന് വെറും 20 രൂപ ഷെയറിലാണ് ദിനേശ് ബീഡി കമ്പനി ആരംഭിക്കുന്നത്. അന്ന് തൊഴിലാളികളോട് 20 രൂപ എടുക്കാൻ പറഞ്ഞപ്പോൾ തൊഴിലാളികളുടെ കയ്യിൽ 20 രൂപയില്ല. സർക്കാർ 19 രൂപയും വായ്പയായി നൽകി. 1 രൂപ വെച്ച് തൊഴിലാളികൾ എടുത്തു. അങ്ങനെ തുടങ്ങിയ ദിനേശ് ബീഡി കമ്പനി 1,00,000 പേർ ജോലി ചെയ്തിരുന്ന പ്രസ്ഥാനം. പിന്നെ ആ പ്രസ്ഥാനത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഈ തൊഴിലാളികളിൽ നല്ല വായനാശീലം വളർത്തി അവരെ അറിവിൻ്റെ പുതിയ ലോകത്തേക്ക് കൈ പിടിച്ചുയർത്തുന്ന ഒത്തിരി പ്രക്രിയകൾ ആ സംഘങ്ങളുമായി ബന്ധപ്പെട്ട് നടന്നു. അതുമാത്രമല്ല, നിരവധി നേതാക്കളെ, തൊഴിലാളി വർഗ ബഹുജന നേതാക്കളെ വളർത്തിയെടുക്കാൻ ദിനേശ് ബീഡി സഹകരണ സംഘത്തിലെ ഈ മേഖലയ്ക്ക് കഴിഞ്ഞു. പിന്നെ ലഹരി വിരുദ്ധ പ്രചരണം ശക്തിപ്പെട്ടു. പഴയ കാലത്ത് നിങ്ങൾക്കറിയാം, സൂപ്പർ സ്റ്റാറുകൾ പോലും, സത്യനും മധുവും ഉൾപ്പെടെയുള്ള താരങ്ങൾ പോലും ഈ ബീഡികളുടെ പരസ്യത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. നമ്മുടെ ഇന്നത്തെ സൂപ്പർ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ഇഷ്ടവും ദിനേശ് ബീഡി വലിക്കലായിരുന്നു. പുകവലി നിർത്തുന്നതിന് മുമ്പ് അദ്ദേഹം സ്റ്റാർ ആയിരിക്കുമ്പോഴും ദിനേശ് ബീഡി അദ്ദേഹം വലിക്കുകയായിരുന്നു. അങ്ങനെ ഒത്തിരി ചരിത്ര പശ്ചാത്തലമുള്ള ദിനേശ് ബീഡി കമ്പനിയുടെ ഒരു തെറുപ്പ് കേന്ദ്രത്തിലാണ് നമ്മളുള്ളത്. എന്താണ് ദിനേശ് ബീഡി? ആ തൊഴിലാളികൾക്ക് എന്തു സംഭവിച്ചു? ഈ ചോദ്യങ്ങളിലൂടെയൊക്കെ ഒന്ന് കടന്നു പോകാം. എങ്ങനെയായിരുന്നു അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ? ഇനി അത് ഇപ്പം എനിക്ക് തോന്നുന്ന ഒരു 3000 പേരൊക്കെയാണ് അതിനകത്തുള്ളൂ. കാലം കഴിയും തോറും ഈ ബീഡി തെറുപ്പ് എന്ന് പറയുന്ന ഒരു സംവിധാനം തന്നെ ഇല്ലാതാകും. അതുകൊണ്ട് തന്നെ ബീഡി തെറുപ്പിൻ്റെ ലോകത്തേക്ക് നമുക്കൊന്ന് സഞ്ചരിക്കാം. പ്രഗത്ഭരായിട്ടുള്ള ആ കാലഘട്ടത്തിലെ പ്രഗത്ഭരായിട്ടുള്ള 3 പേരാണ് ഇന്ന് നേർരേഖയിൽ നമ്മോടൊപ്പം ചേരുന്നത്. അതിനകത്ത് വി സതിയാണ്. അവർ ഇതിൻ്റെ ദിനേശ് കേന്ദ്ര സഹകരണ സംഘത്തിൻ്റെ ഡയറക്ടറാണ്. പൊതുപ്രവർത്തന രംഗത്ത് അവർ സക്രിയ സാന്നിധ്യമാണ്. അതോടൊപ്പം നമ്മോടൊപ്പം ചേരുന്നത് മോഹനൻ മണ്ടൂക്കൻ. അദ്ദേഹം ഏതാണ്ട് 4.5 പതിറ്റാണ്ട് കാലമായി ബീഡി തെറുപ്പ് മേഖലയിലുണ്ട്. ടുബാക്കോ ട്രേഡ് ഗ്രൂപ്പിൻ്റെ ജില്ലാ സെക്രട്ടറിയാണ്. തൊഴിലാളിയായ നരിക്കുട്ടി ചന്ദ്രനും നമ്മോടൊപ്പം ചേരുകയാണ്. 3 പേർക്കും നേർരേഖയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, വനിതകൾക്കാണല്ലോ പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ സതിയിൽ നിന്ന് തുടങ്ങാം. ഈ സതി, ഞങ്ങൾ ഈ നമ്മുടെ ഇനി വരുന്ന തലമുറയ്ക്ക് ഒരു ബീഡി തെറുപ്പ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ആലോചിക്കാൻ പറ്റിയൊരു സാധനമല്ല. ഒരു പക്ഷേ അതില്ലാതാണ്. ഇപ്പോൾ നമ്മുടെ ജനങ്ങൾ ബീഡിയിൽ നിന്ന് മാറി സിഗരറ്റിലെത്തി, സിഗരറ്റിൽ നിന്നും പോയി ഇപ്പോൾ വേറെ ലഹരിയുടെ ലോകത്തേക്ക് പോവുകയാണ്. നിങ്ങൾ ഏത് കാലഘട്ടത്തിലാണ് ഇതിനകത്ത് ഒരു തൊഴിലാളിയായി എത്തുന്നത്? ഞാൻ 1977 മെയ് 13-നാണ് 77 മെയ് 13-നാണ് ദിനേശിലൊരു തൊഴിലാളിയായിട്ട് വന്നത്. 77 മുതൽ 2008 വരെ ഞാൻ തെരച്ച ഒരു തൊഴിലാളിയാണ് ദിനേശ്. എവിടെയായിരുന്നു നിങ്ങളുടെ ആദ്യത്തെ? ഇങ്ങേൽപുടി ദിനേശ് ബീഡി. സാഹചര്യം എങ്ങനെയാണ് ഒരുങ്ങുന്നത്? നിങ്ങളൊരു ദിനേശ് ബീഡി തൊഴിലാളിയാകാനുള്ള സാഹചര്യം എങ്ങനെയാണ് ഒരുങ്ങിയത്? വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. അപ്പം അച്ഛൻ ചുരുട്ട് തൊഴിലാളിയായിരുന്നു. അച്ഛൻ ചുരുട്ട് തൊഴിലാളിയായിരുന്നു. അച്ഛന്റെ പേര്? അച്ഛന്റെ പേര് നാണു. ഏത് കമ്പനിയിലായിരുന്നു ജോലി? ഒരു കതിരൂർ തെരൂർ ഒരു ചുരുട്ട് കമ്പനിയുണ്ട്. ഭാസ്കർ ചുരുട്ട്. അതിനാണ് ജോലി ചെയ്തത്. അപ്പോൾ എനിക്കൊരു 11 വയസ്സുള്ള ഒരു അച്ഛൻ മരിച്ചു. പിന്നെ നമ്മുടെ കുടുംബം എന്ന് പറയുന്നത് 4 മക്കളാണ്. എൻ്റെ മൂത്തത് ഒരു സഹോദരൻ, എൻ്റെ ഇളയത് 2 കുട്ടികൾ. അപ്പം ജീവിതം വഴിമുട്ടി നിന്നപ്പോഴാണ് ബീഡി മേഖലയിലേക്ക്. അന്ന് ബീഡി മേഖലയിൽ പോയാൽ ഏറ്റവും കൂടുതൽ
അന്ന് ജോലി സാധ്യതയുള്ള ഒരു മേഖല ബീഡിയാണ്. അപ്പം അതിനകത്തേക്ക് ഞാൻ ബീഡി, അതായത് തെറുപ്പിൽ കെട്ടുക എന്ന് പറയുന്നത്, നൂല് കെട്ടുക എന്നൊരു സംവിധാനത്തിലേക്കാണ് വന്നത്. അങ്ങനെ ഈ ചുരുട്ടും ഈ ബീഡി തെറുക്കുന്ന പോലെ തന്നെയാണോ തെറുത്തിരുന്നത്? അല്ലല്ല, അത് പുകയില നിറയ്ക്കലാ അല്ലേ മോനേട്ടാ? അത് പുകയില നിറയ്ക്കലാണ്, ബീഡി ഉരുട്ടിയെടുക്കലാണ്. അപ്പൊ നിങ്ങൾ കണ്ടാൽ ഇത് പുകയില നിറക്കുക. ഇത് പുകയില അതിന്റെ ഈ ആ ഒരു ഇതെങ്ങനെ എവിടെ അത് കാലിയായിട്ട് വരും, അതിനകത്ത് നമ്മൾ പുകയില നിറക്കും. ഒരു ദിവസം എത്ര ചുരുട്ട് വരെ അന്ന് തെറുത്തിരുന്നു, നിറച്ചിരുന്നു? അത് സംബന്ധിച്ച് ഓർമ്മയില്ല. ഇല്ല. 11 വയസ്സിൽ, എന്റെ 11 വയസ്സിൽ അച്ഛൻ മരിച്ചു. 11 വയസ്സിൽ എന്റെ അച്ഛൻ എന്റെ 11 വയസ്സിൽ മരിച്ചു. എന്നിട്ടാണ് ജോലിക്ക് പോകുന്നത്. അതെ. വീട്ടിൽ എത്ര പേരുണ്ടായിരുന്നു? വീട്ടില് സതിയായിരുന്നു? അല്ല, മൂത്തത് സഹോദരനാണ്. നിങ്ങൾ എത്ര മക്കളായിരുന്നു? 4 മക്കൾ. ഒരാണും 3 പെണ്ണും. അപ്പം മൂത്താളും പിന്നെ എൻ്റെ മൂത്ത സഹോദരൻ ബീഡി തന്നെയാണ് എടുത്തത്. ബീഡി പണി തന്നെയാണ്. ദിനേശ് തന്നെയാണ് തെരച്ചത്. പിന്നെ പണി രാജിവെച്ചതാണ്. പാർട്ടി പ്രവർത്തനത്തിൽ വാഴയിൽ മോഹൻ അറിയാം. അതെ. അപ്പോൾ ആ ഘട്ടത്തിലാണ് ജീവിതത്തിൽ ഒരു വരുമാനം അത്യന്താപേക്ഷിതമാണ്. പ്രത്യേകിച്ച് അന്ന് ഏറ്റവും കൂടുതൽ ജോലി സാധ്യതയുള്ള ഒരു മേഖലയും ബീഡി മേഖലയാണ്. നേരെ ഇന്നത്തെ പോലെ അല്ല, അന്ന് ഏറ്റവും സാധ്യതയുള്ള ഒരു മേഖലയും ബീഡി മേഖലയാണ്. ബീഡി മേഖല അന്ന് സ്ത്രീ തൊഴിലാളികൾ അപൂർവമാണ്. ആ മേഖലയിൽ സ്ത്രീ തൊഴിലാളികൾ അപൂർവമാണ്. എത്ര സ്ത്രീ തൊഴിലാളികൾ ഉണ്ടായിരുന്നു? ഞാൻ നീങ്ങൽപ്പുഴ ദിനേശ് ബീഡി ബ്രാഞ്ചിൽ 77 പോകുമ്പോൾ ഈ ചുരുട്ടിന്റെ പണിക്ക് പോയപ്പോൾ ചുരുട്ടിന്റെ പണിക്ക് നിങ്ങൾ പോയി? ഇല്ല, പിതാവാണ്. നിങ്ങൾ ഈങ്ങയിൽ പീഡിയയിൽ ദിനേശ് കമ്പനിയിൽ എത്രാമത്തെ വയസ്സിൽ നിങ്ങൾ ചേർന്നിട്ടുണ്ട്? ഞാൻ 15 വയസ്സിൽ ചേർന്നു. 15 വയസ്സിൽ ചേർന്നു. അപ്പൊ നിങ്ങൾ എത്ര പേരുണ്ടായിരുന്നു അന്ന് അവിടെ? ആ കമ്പനിയിൽ ഏകദേശം ഒരു 90 തൊഴിലാളിയിൽ ഞാൻ വരുന്ന സമയത്ത് അവിടെ 2 സ്ത്രീ തൊഴിലാളികൾ മാത്രമേ. 90 തൊഴിലാളികൾ 2 പേർ മാത്രമാണ്. മൂന്നാമത് ഞാനാണ് വരുന്നത്. മൂന്നാമത്തെ ആള് നിങ്ങളാണ്. യെസ്. നമുക്ക് തിരിച്ചു വരാം. നമുക്ക് മോഹനൻ വണ്ടൂക്കൻ, എന്തുണ്ട് വിശേഷമൊക്കെ? സുഖാണോ? ഈ ടുബാക്കോ ട്രേഡ് ഗ്രൂപ്പ് അതിന്റെ ജില്ലാ സെക്രട്ടറിയാണ്. ഈ ട്രേഡ് ഗ്രൂപ്പിൽ മൊത്തം എത്ര പേരുണ്ട് ഇപ്പോ? ട്രേഡ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഈ 4 സംഘടനകൾ കൂടിയുള്ള ഒരു ഫെഡറേഷനാണ്. അത് ഏതൊക്കെ സംഘടനകളാണ് അതിനകത്ത് വരുന്നത്? അത് ടുബാക്കോ വർക്കേഴ്സ് യൂണിയൻ, പയ്യന്നൂർ ബീഡി തൊഴിലാളി യൂണിയൻ, തലശ്ശേരി ബീഡി തൊഴിലാളി യൂണിയൻ, കൂത്തുപറമ്പ് ബീഡി തൊഴിലാളി. എല്ലാം ബീഡിയാണ്. സിഗരറ്റ് പരിപാടിയൊന്നും? സിഗരറ്റ് ഇല്ല, ബീഡി മാത്രമേ നമ്മൾ തീർക്കൂ. അതിന്റെ ഒരു സംഘടനയാണ്. എത്ര മെമ്പർമാരുണ്ട് ഇപ്പൊ ആ സംഘടനയിൽ? ഇപ്പൊ 1000 ചിലർ. അത്രേ ഉള്ളൂ. 50,000 പേരുണ്ടായിരുന്നതാണ് മൊത്തം. അന്ന് ആദ്യകാലത്ത് നമ്മൾ ടുബാക്കോ വർക്കേഴ്സ് യൂണിയൻ എന്ന് പറയുന്ന കണ്ണൂർ മേഖലയിൽ തന്നെ 10,000 തൊഴിലാളികളോളം മെമ്പർഷിപ്പിലുണ്ടായിരുന്നു. ഇന്ന് എത്ര പേര്? 1000. ഇന്ന് മൊത്തം എത്ര പേര്? 1000-ന് കീഴ്പോട്ട്. ഇപ്പൊ ആകെ 1000 ചിലർ തൊഴിലാളികൾ. അത്രേ ഉള്ളൂ. മറ്റേ കണ്ണൂരിൽ മാത്രം 10,000 ആണ്. 10,000 ഉണ്ടായിരുന്നു. എങ്ങനെയാണ് സെനറ്റിലേക്ക് തെരഞ്ഞെടുക്കാനുള്ള അവകാശമുള്ള ഒരു യൂണിയൻ കൂടിയായിരുന്നു. നമ്മളെ പ്രതിനിധിയായിട്ട് സെനറ്റിലേക്ക് സി കണ്ണനെ തെരഞ്ഞെടുത്തു. ഈ ബീഡി തൊഴിലാളികളുടെ പ്രതിനിധിയായിട്ട് സെനറ്റിലേക്ക് ട്രേഡ് യൂണിയന് ഒരു സീറ്റ് ഉണ്ട്. അതിൽ അല്ല ട്രേഡ് യൂണിയന് അതിൽ ഇത്രയും വലിയ ഇത്ര അംഗം ഉണ്ടാവണമെന്നുണ്ട്. ആ അംഗത്തിൽ ഒരു നമ്മളെ യൂണിയനായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു സീറ്റ് അതിൽ തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. അങ്ങനെയാണ് സി കണ്ണൻ സെനറ്റിലേക്ക്. അന്ന് യൂണിയന്റെ പ്രസിഡന്റ് ആയിരുന്നു. ടുബാക്കോ വർക്കേഴ്സ് യൂണിയന്റെ പ്രസിഡന്റ്. താങ്കൾ എവിടെയാണ് ശരിക്കും വീട്? അഴീക്കോട്. എങ്ങനെയാണ് ഈ രംഗത്തേക്ക് വരുന്നത്? ഈ ബീഡി രംഗത്തേക്ക് വന്നത് ഈ നേരത്തെ സതിയെടുത്തി പറഞ്ഞ മാതിരി സാമൂഹ്യപരമായി സാമ്പത്തികപരമായി വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു ആളായിരുന്നു നമ്മളെല്ലാം. അന്നത്തെ കാലത്തിൽ 65-62 കാലം എന്ന് പറയുന്നത് ഭയങ്കര നെയ്ത്തുകാരൻ, കാർഷിക പണിയെടുക്കുക, വളരെ ചുരുങ്ങിയ വരുമാനം. ആ അടിസ്ഥാനത്തിൽ മൂത്തവരാണെന്നുള്ളതായിരുന്നു ജോലിക്ക് പോകാൻ നിർബന്ധിക്കപ്പെടുന്നത്. എത്ര മക്കളായിരുന്നു നിങ്ങൾ? നമ്മൾ 4 മക്കൾ. 4 മക്കളിൽ മൂത്തയാള് അച്ഛൻ നെയ്ത്തുകാരനായിരുന്നു. അച്ഛന്റെ പേരെന്തായിരുന്നു? കണ്ണൻ. അമ്മ സൗവിനി. അമ്മക്ക് എന്തായിരുന്നു ജോലി? കർഷക തൊഴിലാളി. അച്ഛൻ നെയ്ത്ത് തൊഴിലാളി, മകൻ ബീഡി തൊഴിലാളി. എത്രാം വയസ്സിൽ ഈ പണിക്ക് ഇറങ്ങി? 13-ാം വയസ്സിൽ പോയി ആദ്യമായിട്ട് ഈ ബീഡി തെറുക്കാൻ കൊണ്ടുപോയിട്ട്. അങ്ങനെ കെട്ടാനാണ് ആദ്യം 13 വയസ്സിൽ കൊണ്ടുപോകുക. ബീഡി തൊഴിലാളികൾ ആദ്യം കെട്ടാനാണ് പഠിപ്പിക്കുക. അപ്പൊ ഇത് എത്ര ബീഡി വരെ ഒരു ദിവസം കിട്ടുമായിരുന്നു? അവര് തിരക്കുന്ന മുഴുവൻ ബീഡിയും കെട്ടണം. ഏകദേശം എണ്ണം ഉണ്ടാവില്ല. 1500 ബീഡി ഒരു ദിവസം കിട്ടും. ഒരാള് കിട്ടും. ചെറിയ പണിയല്ല. അപ്പൊ ഈ 13-കാരനെ ആദ്യം ഈ പണിക്ക് കൊണ്ടുപോയി ഇരുത്തിയപ്പോൾ ഒരു ഓർമ്മ ഉണ്ടാവില്ല. ആദ്യം കിട്ടിയ ജോലി, ആദ്യം പോയി ഇരിക്കുന്നു. അന്ന് പോയിരുന്ന ആദ്യത്തെ കെട്ട് ഉറങ്ങുമ്പോൾ എന്തായിരുന്നു ഒരു ചിന്ത മനസ്സിൽ? ഒന്നെന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും തെറപ്പ് പഠിക്കണം, അതാണ് ചിന്ത. എന്നിട്ട് കാശ് ഉണ്ടാവണം, എന്നാലേ വീട് പുലർത്താൻ സാധിക്കുള്ളൂ. ഈ ബീഡി തെറുത്തിട്ട് ആദ്യം കിട്ടിയ വേതനം എത്രയാണെന്ന് ഓർമ്മയുണ്ട്? 2 രൂപ.
2 തിരച്ചിട്ടല്ല, കെട്ടാൻ വേണ്ടി പോയത്. കെട്ടാൻ പോയിട്ട് ഒരാഴ്ച കിട്ടിയത് 2 രൂപ, ഒരാഴ്ച ജോലി ചെയ്തിട്ട് കെട്ടാൻ പോയത്. ഇന്നത്തെ കാലഘട്ടത്തില് ജനം ഇതൊന്ന് ആലോചിക്കണം. ഒരാഴ്ച ബീഡി തീർക്കുക, തിരക്കല്ല, കെട്ടൽ. അത് ഒരു ദിവസം 1500 ബീഡി. അപ്പോൾ ഒരാഴ്ച എന്ന് പറയുമ്പോൾ ഏകദേശം 6 ദിവസം 10,000 ബീഡി കെട്ടണം. 6 3 9 അല്ലേ? ഒരു 10,000 8,000 10,000 ഒക്കെ ബീഡി തീർത്താൽ കിട്ടുന്നത് 2 രൂപ. ചിന്തിക്കാൻ പറ്റുമോ നമുക്ക്? നമുക്ക് ആലോചിക്കാൻ പറ്റാത്തത്ര കഠിനമായ ഒരു കാലം കടന്നുപോയി. ഇത് ഓർമ്മപ്പെടുത്താനാണ് നേർരേഖ ഈ ബീഡി തീർപ്പ് കേന്ദ്രത്തിലേക്ക് വന്നിട്ടുള്ളത്. ഇനി വളരെ പഴക്കം ചെന്ന ഒരു തൊഴിലാളിയുണ്ട്, നരിക്കുട്ടി ചന്ദ്രൻ, തൊഴിലാളിയാണ്. ചന്ദ്രൻ എവിടെയാ വീട്? എൻ്റെ യഥാർത്ഥ വീട് ചിറക്കൽ കാട്ടാമ്പള്ളി. ചിറക്കൽ കോവിലൊക്കെ ഉള്ള മണ്ണാണ്. കാട്ടാമ്പള്ളി നല്ലൊരു കാട്ടാമ്പള്ളി റോഡ്, ചിറക്കൽ പഞ്ചായത്താണ്. കാട്ടാമ്പള്ളി പുഴയൊക്കെ ഉള്ള നല്ലൊരു രസമുള്ള സ്ഥലമല്ലേ? അവിടെ എവിടെയായിട്ടാ വീട് വരിക? എവിടെയായിട്ട് കാട്ടാമ്പള്ളി എവിടെയായിട്ടാ വീട് വരിക? കാട്ടാമ്പള്ളി അവിടെ നിന്ന് ഈ പുഴയായിട്ട് ഏതാണ്ട് ഒരു 1.5 കിലോമീറ്റർ ഇങ്ങോട്ടാണ്. അപ്പൊ ഈ ഞാൻ ജോലി ചെയ്തത് ഈ കാട്ടാമ്പള്ളി പുഴ തൊട്ടി തന്നെയാണ്. പുഴ തീരത്ത് ആദ്യം തെരഞ്ഞെടുത്ത ജോലി ബീഡി തൊഴിലാളി പണി തന്നെയാണോ? അതെ. എത്രാമത്തെ വയസ്സിൽ വന്നു? 12ാമത്തെ. എല്ലാം 12ഉം 13ഉം ആണ്. ഇപ്പോഴാണ് ഈ ബാലവേല നിയമപ്രകാരം എല്ലാവർക്കെതിരെ കേസെടുക്കണം. 12 വയസ്സിൽ ഇപ്പൊ മോഹനൻ പറഞ്ഞതുപോലെ ആദ്യം ബീഡിന്റെ നൂല് കെട്ട് പഠിച്ച് തെരവടിക്കുക. ഏത് സംഘത്തിലാന്ന് പോയത് ഓർമ്മയുണ്ടോ? അന്ന് ബാംഗ്ലൂർ ഗണേഷാണ് ബീഡി. അതിനകത്താണ് ആദ്യം ജോയിൻ ചെയ്യുന്നത്. എത്ര എണ്ണം വരെ തിരക്കുമായിരുന്നു ഇദ്ദേഹം പറഞ്ഞതുപോലെ ദിവസം? എത്ര എണ്ണം കെട്ടുമായിരുന്നു? 4 കൊല്ലം ബീഡി നൂല് കെട്ടണം. കെട്ടല് മാത്രമായിരുന്നു, തിരക്കലും പഠിക്കലും. 4 കൊല്ലം വേണ്ടി വന്നു ഇത് പഠിക്കാൻ. കീഴില് അപ്പോ ഒരാഴ്ചക്ക് 4 രൂപ കൂലി തരും. 4 രൂപ കിട്ടി. 2 രൂപയെ കിട്ടിയിട്ടുള്ളൂ. 4 രൂപ. ആദ്യം ആരംഭത്തിൽ എനിക്ക് 50 പൈസ ആഴ്ചയിൽ. ജോലിക്ക് പോയ പാടെ 50 പൈസ. അത് ആഴ്ചയിൽ ഒരു തവണയാണോ എല്ലാ ദിവസവും? ഇത് ആഴ്ചയിൽ 4 രൂപ. 4 രൂപ കിട്ടിയിരുന്നു. ആദ്യത്തെ പൈസ കിട്ടിയ ഒരു ഓർമ്മയുണ്ടോ? ആ പൈസ എന്താ ചെയ്തേ? ആദ്യം കിട്ടിയ 4 രൂപ ഒരു ടൈം പീസ് മേടിച്ചു. എത്ര പൈസയായി ടൈം പീസിന്? ടൈം പീസ് അന്ന് ചെറിയ പൈസയാണ്, ഞാൻ പറഞ്ഞില്ലേ. ആദ്യത്തെ പൈസയാണ് ഈ 50 പൈസ. അതാണ് പിന്നെ ഈ ടൈം പീസ്. ഈ ടൈം പീസ് വാങ്ങാനുള്ള ഒരു കാരണം എന്താ? ഒന്നുമില്ല, ഒരു വീട്ടില് അന്നും ഈ ഇത്തരം ഒരു ഇതൊന്നും ഇല്ല. ക്ലോക്കും വാച്ചും സമയം നോക്കാനുള്ള സംവിധാനം, വാച്ചും പെണ്ണൊന്നും ഒന്നുമില്ല. ആ ഒരു ഘട്ടത്തിൽ ഒരു ടൈം പീസ് മേടിച്ചു. ആദ്യമായിട്ട് ടൈം പീസ് എവിടെ പോയാ വാങ്ങിച്ചത്? എവിടെ പോയാ വാങ്ങിച്ചത് ചന്ദ്രൻ ടൈം പീസ്? എവിടെ പോയിട്ട് ഇത് വാങ്ങിച്ചത്? ഇത് കാട്ടാമ്പള്ളിയൊക്കെ ടൈം പീസ് കിട്ടൂല്ലോ. നമ്മളെ പ്രദേശത്ത് ഒരു ധനശേഖരണ സംഘമുണ്ട്, നമ്മളെക്കാളും മുതിർന്നവര്. അവരെ മുഖേന ഇത് ഇത്തരം സാധനങ്ങൾ കൊടുക്കും. അങ്ങനെയാണ് ഒരു ടൈം പീസ് ആദ്യമായി വാങ്ങി. എന്നിട്ട് ഈ ടൈം പീസ് കിട്ടിയതിന് ശേഷം എന്തല്ല, ഈ ടൈം പീസ് കൊണ്ട് എന്തല്ല ഗുണം കിട്ടിയത് ആദ്യകാലത്ത്? ടൈം പീസ് ഒരു ടൈം നോക്കാം. പിന്നെ അലാറം വെക്കുമായിരുന്നു അന്ന്? അലാറം ഉണ്ടായിരുന്നു അന്ന് ടൈം പീസിൽ? രാവിലെ എത്ര മണിക്ക് എഴുന്നേക്കുമായിരുന്നു അന്ന് ചന്ദ്രൻ? രാവിലെ ഒരു 6 മണിയാകുമ്പോൾ. എത്ര മണിക്ക് ജോലിക്ക് ചെല്ലും? ഒരു 7:30 മണിയാകുമ്പോ. എത്ര മണി വരെ ആയിരുന്നു ജോലി? അതാണ് രാത്രി 10 മണി. രാവിലെ 7:30 തുടങ്ങിയാൽ രാത്രി 10 മണിക്കാണ് ഞങ്ങളെ വിടുക. തൊഴിലാളി സംരക്ഷണ നിയമം വന്നില്ലായിരുന്നുവെങ്കിൽ അല്ലേ, ആ ഒരു നീക്കം നടന്നില്ലായിരുന്നുവെങ്കിൽ അല്ലേ, അന്നത്തെ കാലത്ത് നമ്മൾ രാത്രി വരുമ്പം ഈ ഓല കൊണ്ട് കെട്ടിയ ചൂട്ടയിൽ ഒരു ചൂട്ടയുണ്ടാവും, അത് മേടിച്ചു തരും. ആ ചൂട്ടയും കത്തിച്ചിട്ടാണ് നമ്മളെ വീട്ടിലേക്ക് പോവുക. രാത്രി 10 മണിക്ക്. രാത്രി 10 മണിക്ക്. രാവിലെ 7 മണിക്ക് പോയാൽ രാവിലെ 7 പേരക്കും പോകണം. 15 മണിക്കൂർ വിശ്രമം ഉണ്ട് അതിന്റെ ഇടയ്ക്ക്? ഒരു വിശ്രമവും ഇല്ല. ചോറ് തിന്നാനുള്ള ഒരു ടൈം മാത്രം, ഒരു പ്രാഥമിക ആവശ്യം നിർവഹിക്കുക, അത്രയും. 15 മണിക്കൂർ കണ്ടിന്യൂസ് ജോലി ചെയ്യണമായിരുന്നു. പിന്നെ അതിനിടയിൽ നമ്മളെ വീട് തിരക്കുന്ന നമ്മളെ ഗുരുനാഥന്മാരുണ്ടാവും. അവരിങ്ങനെ അവരെ ആവശ്യത്തിന് സർക്കിട്ടെല്ലാം ഉണ്ടാവും. മേസ്ത്രിമാർ തൊഴിലാളി തന്നെ. കാരണം നിങ്ങളൊരു തിരക്കാരൻ, ഞാൻ കെട്ടുകാരൻ, നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് പോകും. ഗുരു
ബീഡി തൊഴിലാളികൾക്കും ഒരു ഗുരുവുണ്ട്, ഗുരുനാഥനുണ്ട്. ഗുരുനാഥൻ എന്താ ഗുരുനാഥനോടുള്ള അത് ജോലി ചെയ്താൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ അന്നത്തെ ഇതിൽ മാംഗ്ലൂർ ഗണേശ് ബീഡിയിൽ അവിടെ കമ്പനി പോയി നമ്മൾ ബീഡി തിരക്കണം. അവരെ അനുവാദത്തോടു കൂടി മാത്രമേ ബീഡി തിരക്കാൻ വേണ്ടി പറ്റുള്ളൂ. അങ്ങനെ ബീഡി തിരച്ചു. പിന്നെ അനുവാദം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലുള്ള ഒരു മുറം പുകയില ഇലയും വെച്ച് തരും. നമ്മളന്ന് പിന്നെ ഒരു പാരിതോഷികം കൊടുക്കും ഗുരുനാഥൻ. അന്ന് ഞാൻ കൊടുത്തത് ഒരു മോതിരാണ്. സ്വർണത്തിന്റെ. ബീഡി തെറുപ്പ് പഠിപ്പിക്കുന്ന ഗുരുനാഥന് ഗുരുദക്ഷിണ മോതിരം. ഭയങ്കര പോസ്റ്റാണല്ലോ അത്. നമുക്ക് ആലോചിക്കാൻ പോലും പറ്റുമല്ലോ. എന്നിട്ട് അതാണ്. പിന്നെ നമ്മൾ തിര തുടങ്ങി കഴിഞ്ഞാൽ നമ്മളൊരു സ്വതന്ത്രനായി. നമ്മൾ ജോലി ചെയ്യുന്ന ഇതേപോലെ പിന്നെ നമ്മൾ വീടി ഉൽപ്പാദിപ്പിച്ച വീടി ഉണ്ടാവുക, നമ്മൾക്ക് അതിന്റെ കാശ് മേടിക്കാം. അങ്ങനെ സ്വയം പര്യാപ്തതയിലേക്ക് വരും. നീ സതി, താങ്കൾക്ക് കിട്ടിയ ആദ്യ പൈസ കൊണ്ട് എന്താ ചെയ്തത്? മുമ്പ് ടൈം പീസാ വാങ്ങി, നിങ്ങൾ എന്താ ചെയ്തത്? 2 രൂപയായിരിക്കുമല്ലോ നിങ്ങൾക്ക് കിട്ടിയില്ല. ഞാൻ 1974 ഇല്ല, ഞാൻ തുടക്കം വീടി കെട്ടാൻ പോയത്. എൻ്റെ അച്ഛൻ്റെ അനുജൻ 74 കല്യാണം കഴിച്ചത്. അവർ കല്യാണം കഴിച്ചത്, അയാൾ ബീഡിക്കാരനാണ്, അയാളെ ഭാര്യ ബീഡിക്കാരത്തിയാണ്. അപ്പം ഞാൻ 7ാം ക്ലാസ്സാണ് അന്ന്. അപ്പോൾ ഈ നേരത്തെ സൂചിപ്പിച്ച ജീവിത പ്രയാസത്തിൻ്റെ ഭാഗമായി അങ്ങനെ അച്ഛൻ്റെ അനിയൻ്റെ ഭാര്യയെ തിരക്കുമ്പോൾ ഞാൻ കെട്ടുവാണ് ചെയ്തത്. അന്നെനിക്ക് വേതനമില്ല, അച്ഛൻ്റെ അനിയൻ്റെ ഭാര്യ എന്നുള്ളതിൽ വേതനമില്ല. അങ്ങനെ ഒരു വർഷം ഞാൻ അവിടുന്ന് അച്ഛൻ്റെ വീട്ടിൽ തന്നെയാണ് തിരച്ചത്. അതിന് ശേഷമാണ് ഞാൻ കോടിയേരിയിലേക്ക്, എൻ്റെ വീട് അച്ഛൻ്റെ വീട് കതിരൂരാണ്, ഞാൻ കോടിയേരിയിലേക്ക് വരുന്നത്. അന്ന് എൻ്റെ ഗുരുനാഥൻ എന്ന് പറഞ്ഞാൽ പറക്കൂൽ രാജനാണ്. പക്ഷെ നിങ്ങൾക്ക് അറിയായിരിക്കും, പറക്കൂൽ രാജൻ എൻ്റെ ഗുരുനാഥനാണ്. ആദ്യമായിട്ട് എനിക്ക് കിട്ടിയ കൂലി ₹1.50 പൈസയാണ്. 50 പൈസ. 2250. ഞാനൊരു ഡബിൾ മുണ്ടാണ്. ഒരാള് സ്വർണത്തിന്റെ മോതിരം, ഒരാൾ ഒരു 20 റുപ്യ. അന്നത്തെ കവറില് അന്ന് ചെറിയ പൈസ ഒന്നുമില്ല. അന്നത്തെ 20 റുപ്യ എന്ന് പറഞ്ഞാൽ അതൊരു കവറിൽ ഇട്ടിട്ട് അതൊന്ന് ഒരു ഗുരുദക്ഷിണ കൊടുക്കാന്നുള്ള ഒരു സംവിധാനം ആണ്. അപ്പോ പിന്നെ 2250 വീടിയുണ്ട് ആ തിരക്കാരന്, പറക്കൂൽ രാജന്. ആ 2250 വീടിക്ക് ഞാൻ വീടി കെട്ടണം ഡെയിലി. നിങ്ങളെക്കാൾ കൂടുതൽ വീടി കെട്ടിയിട്ടുണ്ട് സതി. അദ്ദേഹം വന്നാൽ രാവിലെ അദ്ദേഹം ഒരു 9 മണിക്ക് വരുമ്പോഴേക്ക് ഞാൻ പിന്നെ ഈ ഏകദേശം ഇല മുറിച്ചാവും. പിന്നെ വന്നൊരു തിരയാണ്. ഒരു 3 മണിക്ക് 2250 വീടി ആൾ തിരച്ചിട്ട് അങ്ങോട്ട് പോകും. പിന്നെ ആളൊന്നും ചെയ്യില്ല. ഞാൻ ഇത് വീടി കെട്ടടിച്ച് അതിൻ്റെ എല്ലാ പണിയെടുത്ത് പാക്കടിച്ച് വെക്കണം. പിന്നീട് ഞാൻ 77 ആകുമ്പോഴേക്കും തിരക്കാൻ ഇപ്പം ഇവർ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഇലയെടുത്ത് തിരച്ചു നോക്കാൻ പോലും പറ്റൂല. കാരണം അതിന് സമ്മതമില്ല, ഇല പൊട്ടിപ്പോകും. ഇല്ല, പെർമിഷൻ ഇല്ല. അങ്ങനെ 77 ആദ്യം ഞാൻ നല്ലോണം തിരക്കുന്ന ഒരാൾ. ഞാൻ 68 വീടി തിരച്ച ഒരാളാണ്. 1500 വീടി ഞാൻ ദിനേശിന് തിരക്കുന്ന സമയത്ത് തിരച്ചതാണ്. അപ്പം തിരലായപ്പം തിരക്കിരുത്താൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം തയ്യാറായില്ല. കാരണം എന്താ പറഞ്ഞാൽ പിന്നീട് ഞാനാണ് തിരക്കൽ, അദ്ദേഹം ഒരു പേരിന് തിരച്ചു പോക്കാണ്. അപ്പം ഞാൻ തിരച്ച് ഞാൻ പിന്നെ 2.25 റുപ്യ എനിക്ക് ആ സമയത്ത് ലാസ്റ്റ് കൂലി തന്നത്. 2.25 പൈസ. അങ്ങനെയാണ് തിരക്കിയിരിക്കുന്നത്. ഞാനന്ന് ഉപയോഗിച്ചത് ഇതേപോലെ ഒരു സ്വർണ്ണമോതിരം വാങ്ങാനാണ്. അന്നൊരു കുറി ഉണ്ടായിരുന്നു, അതായത് വീടുകളിൽ വന്നിട്ടുള്ള ഒരു കുറി സംവിധാനമുണ്ട്. അപ്പോൾ ഞാൻ ജോലിക്ക് പോകാൻ തുടങ്ങിയപ്പോൾ അമ്മ ഒരു കുറിക്ക് ചേർന്ന് അങ്ങനെ ഒരു അരക്കാപ്പവൻ, അതിൻ്റെ ഒരു സ്വർണ്ണ മോതിരാണ് ഞാൻ ആദ്യമായിട്ട്. എനിക്ക് താല്പര്യമില്ല, അമ്മ ഒരു കുറിക്ക് ചേർന്ന് എനിക്ക് വാങ്ങി തന്നതാണ്. അന്നാണോ ആദ്യമായിട്ട് ആഭരണം? അതെ അതെ, ആദ്യമായിട്ട് അരക്കാപ്പവൻ. എത്ര ഉണ്ടാവും അരക്കാപ്പവൻ? അരക്കാപ്പവൻ ഇപ്പോ 1 ഗ്രാമിന്റെ ഒരു മോതിരം വാങ്ങി കയ്യിൽ ധരിച്ചു. അതാണ് ഓർമ്മയിൽ നിൽക്കുന്നത്. എന്താണ് താങ്കളുടെ ഒരു എക്സ്പീരിയൻസ് ആ കാര്യത്തിൽ? താങ്കളുടെ ഗുരുദക്ഷിണ എന്താണ് കൊടുത്തത്? സ്വർണ്ണമോതിരം തന്നെയായിരുന്നു അന്നത്തെ ഒരു ഗുരുവായ മതിയായിരുന്നു. ഒരു സമ്പ്രദായം പഠിപ്പിച്ച ഗുരുനാഥൻ, അങ്ങനെ ഗുരുനാഥൻ തന്നെ പറയാം. അവർക്ക് തിരക്കാൻ മുറെടുത്ത് തരും, അത് തീരുമാനിക്കും. അന്നാണ് സ്വതന്ത്രമാകുക. ആരായി തീരുമാനിക്കുന്ന ആളാരാണ്? അല്ല, അന്ന് പഠിച്ചിന് ബോധ്യപ്പെടുക. ഞാൻ PVS പണിയെടുത്തു.
അപ്പൊ അതിന്റെ പേരിൽ PVS അതെന്താണ് അതിന്റെ ഫുൾ ഫോം ഓർമ്മയുണ്ടോ? അങ്ങനെ പറഞ്ഞ പുത്ത് വെങ്കിട്ട് ഷെട്ടി കർണാടകത്തിലെ ഗണേഷ് ബീഡിയുടെ വേറൊരു ടീമാണ്. അവരും ഇവിടെ കൂട്ടിപ്പോയി. അതിന്റെ പേരുണ്ടോ? ആ ദിനേശ് ബീഡിക്ക് പേരുണ്ടോ? ആ ബീഡി കമ്പനിയുടെ പേരെന്താ? PVS തന്നെ. അങ്ങനെ ഒരു ബീഡി ഉണ്ടായിരുന്നു. ഗണേഷ് ബീഡി ഉണ്ടായിരുന്നു, PVS ബീഡി ഉണ്ടായിരുന്നു, വാദ്യാർ ബീഡി ഉണ്ടായിരുന്നു, കാജ ബീഡി ഉണ്ടായിരുന്നു, ഒരുപാട് ബീഡി സാധു ബീഡി ഉണ്ടായിരുന്നു, മദൻ ബീഡി, പിന്നെ ഹരിദാസ് ബീഡി, പ്രഗത്ഭ ബീഡിയായിരുന്നു. 10-15ഓളം ചട്ട ബീഡി, 10-15ഓളം ബീഡി കമ്പനികൾ, 15 തരം ബ്രാൻഡ് ഉണ്ടായിരുന്നു ബീഡികൾ കണ്ണൂർ ജില്ലയിൽ മാത്രം. അതിൽ ആയിരക്കണക്കിന് തൊഴിലാളി, സാധു ബീഡിയിൽ 10,000 തൊഴിലാളികൾ ഉണ്ടായിരുന്നു, മദനിൽ 1000 തൊഴിലാളികൾ ഉണ്ടായിരുന്നു, ചട്ട ബീഡിയിൽ അതുപോലെ തൊഴിലാളി. ആദ്യം കിട്ടിയ വേതനം എത്രയാണ്? 2 രൂപ. അതുകൊണ്ട് എന്താ ചെയ്തത്? അമ്മക്ക് കൊടുക്കുകയില്ല. അമ്മ എന്താ ചെയ്തത്? ആ പൈസ കൊണ്ട് ചോദിച്ചിട്ടില്ലേ? ഒന്നും വാങ്ങിയില്ല, പൈസ കിട്ടിയിട്ടില്ല. ഓ, വളരെ രസകരമാണ് ശരിക്ക്. ദിനേശ് ബീഡി തെറുപ്പ് കേന്ദ്രത്തിലേക്ക് വരുമ്പോൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല. കേൾക്കുമ്പോൾ വല്ലാത്ത അനുഭവമാണ്. കാരണം ഇങ്ങനെയൊക്കെ മനുഷ്യർ ജീവിച്ചിരുന്നു ഒരു കാലത്ത് എന്നുള്ളത് പ്രേക്ഷകർക്കും ഇന്നത്തെ യുവതലമുറയ്ക്കും അനുഭവമാണ്. എങ്ങനെയാണ് ആ ഒരു കാലം ഓർക്കുന്നത്? ലൈവല്ലേ താങ്കൾ ആ സമയത്ത്? അതെ അതെ. എന്തായിരുന്നു ആ കാലഘട്ടത്തിൽ? എങ്ങനെയായിരുന്നു ആ ദിവസം? പണി നഷ്ടപ്പെടുന്ന ഒരു ദിവസം. എങ്ങനെയാണെന്ന് പറഞ്ഞാൽ EMS ഗവൺമെന്റ് വന്നപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് നിരവധി പ്രക്ഷോഭം നടത്തിയതിന്റെ ഭാഗമായി കേന്ദ്ര ഗവൺമെന്റ് ബീഡി സിഗാർ ആക്ട് പാസാക്കി. അത് 1967 തെരഞ്ഞെടുപ്പിൽ അത് കേരളത്തിൽ നടപ്പിലാക്കും എന്ന് അന്നത്തെ സപ്തമുന്നണി തെരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിൽ ഉണ്ടായിരുന്നു. ആ അടിസ്ഥാനത്തിൽ അധികാരത്തിൽ വന്നപ്പോൾ അത് നടപ്പാക്കാൻ തീരുമാനിച്ചു. ആ നിയമത്തിലുള്ള ഒരു പോരായ്മ എന്ന് പറയുന്നത് ഇന്ത്യ ഗവൺമെൻറ് ഉണ്ടാക്കിയ ഇഷ്ടമുള്ള സംസ്ഥാനത്ത്, ഇഷ്ടമുള്ള സ്ഥലത്ത്, ഇഷ്ടമുള്ള സന്ദർഭത്തിൽ നടപ്പിലാക്കാം, അഖിലേന്ത്യാ വ്യാപകം നടപ്പിലാക്കണമെന്ന് പറഞ്ഞില്ല. കേരളത്തിൽ മാത്രമാണ് നടത്തുന്നത്. അതിൽ കുറേ വ്യവസ്ഥകൾ ഉണ്ടായിരുന്നു. കൂലി ഉണ്ടായിരുന്നു, പ്രസവകാല വേതനം ഉണ്ടായിരുന്നു, തൊഴിൽ സംരക്ഷണം, ടൈം ഉണ്ടായിരുന്നു, അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇത് മുതലാളിമാർക്ക് സഹിച്ചില്ല. അവരെന്താ ഈ ഡിമാൻഡ് ഉന്നയിച്ചപ്പോൾ തന്നെ അവര് വ്യവസായ സംരക്ഷണവും ഇല്ല ഇവിടെ എന്ന് പറഞ്ഞുകൊണ്ട് കമ്പനി സുപ്രഭാതത്തിൽ പൂട്ടി. 10,000 12,000 ദിനേശ് ഗണേശത്തിന്റെ തൊഴിലാളി ഉണ്ടായിരുന്നു. 12,000 PVS അതുപോലെ. PVS കുറച്ച് എത്ര പേര് തൊഴിലിതരായി? പ്രത്യേകിച്ചും എന്നാലും ഒരു എണ്ണം എത്ര ഉണ്ടാവുമെന്ന് ഒരു അന്ന് ഏകദേശം എല്ലാം കൂടി ഒരു 15,000 തൊഴിലാളികൾ. 15,000 പേരാണ് ഒരു പുലർച്ചെ ഒരു ദിവസം ഒരു സുപ്രഭാതത്തിൽ തൊഴിലിതരാകുന്നത്. എന്നിട്ട് അവർ കൂട്ടിപ്പോയി. പിന്നെ അത് തുറക്കാൻ ആവശ്യമായ പ്രക്ഷോഭങ്ങളും ഉയർത്തിക്കൊണ്ടുവന്നു. അന്നേരമാണ് ആ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം പ്രയാസകരമായിരുന്നു. അപ്പോൾ ആ പേര് അവരെന്നെ വേറെ പേരിൽ ചില ട്രേഡ് യൂണിയൻ, അതിൽ പ്രധാനമായിട്ടും INTUCയുടെ സഹായത്തോടെ, അങ്ങനെയാണ് BJPക്കാർ RSSന്റെ സംരക്ഷണത്തോടു കൂടിയാണ് അവർ ഈ ഫാക്ടറി പല പേരുകളിലൂടെ വന്നത്. ആ ഫാക്ടറിക്കെതിരായി സമരം നടത്തിയപ്പോൾ ആ സമരം നടത്തിയ തൊഴിലാളി നേതാക്കന്മാരെയും ക്രൂരമായി വർദ്ധിച്ചു. അതിൽ ജീവിച്ചിരിക്കുന്ന ഒരാളാണ് KP സഹദേവൻ, ഇപ്പോഴത്തെ CITUവിന്റെ നേതാവ്. അങ്ങനെ അപ്പോൾ INTUCക്കാരൻ എന്ത് പണിയെടുത്തു? INTUC ഈ പറയുന്നവർ STUക്കാരൻ എന്ത് പണിയെടുത്തു? അവരെ യൂണിയനിൽ ചേർന്നാൽ പാസ് കിട്ടും, തൊഴിൽ കിട്ടും. ആ ദാരിദ്ര്യത്തെ ചൂഷണം ചെയ്യുകയാണ്. അങ്ങനെയാണ് പിന്നെ ആ കാലഘട്ടം നടന്നുപോയി. ദിനേശിന്റെ ഒരു രൂപീകരണം ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് എൻ്റെ ഒരു പരിമിതമായ അറിവ് വെച്ചാണ്. അന്ന് ഇതിൽ സജീവമായി സക്രിയമായി ഇടപെട്ട താങ്കളുടെ ഒരു അനുഭവത്തിൽ എങ്ങനെയാണ്? അതിശക്തമായ പ്രക്ഷോഭം നടത്തിയതിന്റെ ഭാഗമായി TV തോമസും മത്തായി മാനവനും അതുപോലത്തെ അന്നത്തെ ട്രേഡ് യൂണിയൻ നേതാക്കന്മാരിൽ കൂടിയിരുന്ന് ഒരു സഹകരണ സ്ഥാപനമാണ് ഇതിന് പ്രയോജനം. എന്തായാലും കീഴടങ്ങാൻ പാടില്ല. കർണാടകത്തിൽ മൈസൂർ പോയി സമരം ചെയ്ത് ജയിലിലടച്ച ബീഡി തൊഴിലാളി ഉണ്ടായിരുന്നു. അവിടെ പോയി സമരം ചെയ്തിട്ട് ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ട് നിരവധി തൊഴിലാളികൾ. ഇവിടുന്ന് പൂട്ടിപ്പോയാൽ പ്രതിഷേധിച്ചിട്ട് അന്നേ നമുക്കൊരു സമരവീര്യം കൂടുതലാണ്. നിരവധി തൊഴിലാളികളാണ് ജയിലിൽ കിടന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഇത് തുടങ്ങണം എന്ന് നിങ്ങൾ നേരത്തെ പറഞ്ഞ മാതിരി. അങ്ങനെ പൈസയില്ല. അങ്ങനെയാണ് 19 ഉറുപ്പ്യ ഗവൺമെന്റ് കൊടുക്കാൻ തോന്നുന്നത്. 1 ഉറുപ്പ്യ തൊഴിലാളികളെ. അങ്ങനെ പ്രഥമ സഹകരണ സംഘത്തിന്റെ പ്രസിഡന്റ് ആരായിരുന്നു? ആദ്യത്തെ TK പണിക്കർ ചെയർമാൻ. പണിക്കരാണ് ഇതിന്റെ ശില്പി. അല്ല, പണിക്കരാണെന്ന് പറയാൻ കഴിയില്ല. പണിക്കരെയാണ് ചെയർമാനായിട്ട് നിശ്ചയിച്ചത്. അദ്ദേഹത്തിന് നല്ല റോൾ ഉണ്ടല്ലോ ഇത് വളർത്തിയെടുക്കുന്നത്. വ്യവസായ വകുപ്പിലെ ജോയിന്റ് ഡയറക്ടർ ആയിരുന്നു. അദ്ദേഹത്തെയാണ് നിശ്ചയിച്ചത്. പണിക്കരെ ആണ് ഇതിന്റെ ചുമതല കൊടുത്ത് നിശ്ചയിച്ചത്. തിരിച്ചു വരാം. സതി,
ഈ ബീഡി തൊഴിലാളികളിൽ നിന്ന് ഇപ്പം മലയാളത്തിലും കന്നഡയിലും തെലുങ്കിലും ഒരു 4 നിഘണ്ടു എഴുതിയ നമ്മുടെ ഞാറ്റ്യാല ശ്രീധരൻ, അദ്ദേഹം ബീഡി തൊഴിലാളിയായിരുന്നു. അദ്ദേഹം ഉൾപ്പെടെ അദ്ദേഹം ആ അറിവിലേക്ക് എത്തിയത് ദിനേശ് ബീഡി തൊഴിലാളി ആയതുകൊണ്ടാണെന്ന് പറയുന്നത്. അറിവിൻ്റെ, കാരണം എല്ലാവരും പരിമിതമായ വിദ്യാഭ്യാസമുള്ളവരാണ്, അവരെ അറിവിൻ്റെ ലോകത്തേക്ക് ഈ സംഘങ്ങൾ കൈപിടിച്ചു കയറ്റി. അതിൻ്റെ ഒരു മെത്തേഡ് എങ്ങനെയായിരുന്നു? ഇപ്പം എൻ്റെ ഒരു അനുഭവം, ഞാൻ 77 സതി എത്ര വരെ പഠിച്ചിട്ടുണ്ടായിരുന്നു? ഞാൻ 7ാം ക്ലാസ് വരെ. 7ാം ക്ലാസ് വരെ. ഇപ്പൊ സതി നന്നായി പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടു. പല സ്ഥലത്തും നല്ല ഉഷാറായി പല ചുമതലകളും പാർട്ടിയിൽ തന്നെ. ഞാനും ബാങ്കിന്റെ ഒരു പ്രസിഡന്റ് കൂടിയാണ്. 2 വട്ടം കൗൺസിലറായി, നഗരസഭാ കൗൺസിലർ 2 വട്ടമായി. അതുകൂടാതെ ബാങ്കിൽ 10 കൊല്ലം ഏത് ബാങ്കിന്റെ പ്രസിഡന്റാണ് ഇപ്പോ? തലശ്ശേരി മുനിസിപ്പൽ വനിതാ ബാങ്കിന്റെ പ്രസിഡന്റാണ്. പിന്നെ ദിനേശ് ബീഡിന്റെ പ്രൈമറി സംഘം പ്രസിഡന്റ് ആയിരുന്നു. ആ കാലഘട്ടത്തിലാണ് ഒരു 7ാം ക്ലാസ്സുകാരി ഒരു ബാങ്കിന്റെ പ്രസിഡന്റ് ആകുക. ഈ നാരായണൻ റബ്കോന്റെ ചെയർമാനാകുക, സംസ്ഥാന സഹകരണ യൂണിയൻ ചെയർമാനാകുക. അദ്ദേഹം ലോകത്ത് മുഴുവനുള്ള സഹകരണ ആശുപത്രികളുടെ ഒരു ഫെഡറേഷൻ ഉണ്ടാക്കി അതിന്റെ ചെയർമാനാകുക. മരിച്ചതുവരെ ഇന്തോനേഷ്യയിൽ, മലേഷ്യയിൽ. യെസ്. അപ്പൊ അതെങ്ങനെയാണ്? ഇപ്പം ഈ നാരായണനും ഒരു ദിനേശ് ബീഡി തൊഴിലാളിയാണ്. അപ്പൊ എങ്ങനെയാണ് ആ നിലയിലേക്കുള്ള ഒരു കരുത്ത് ദിനേശ് ബീഡി നൽകിയത്? യഥാർത്ഥത്തിൽ ഈ 77 ഞാൻ 15 വയസ്സ് അതിൽ കമ്പനിയിൽ വരുമ്പം എൻ്റെ കുടുംബം ഒരു കമ്മ്യൂണിസ്റ്റ് കുടുംബം, എൻ്റെ അമ്മാവനൊക്കെ നല്ല സജീവ പ്രവർത്തകരായിരുന്നു. പക്ഷേ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഈ പരിപാടിയിലെല്ലാം ജാഥക്കും അങ്ങനെ പോകുന്ന ഒരാളായിരുന്നു. പക്ഷേ ദിനേശ് കമ്പനിയിൽ എത്തിയപ്പോൾ എനിക്കൊരു അത്ഭുതമായി തോന്നിയത് രാവിലെ മുതൽ വൈകുന്നേരം വരെ വായനയാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ മാറിയിട്ടാണ് വായിക്കുക. ഒരു തൊഴിലാളി അരമണിക്കൂർ, അങ്ങനെ മാറി. അന്ന് എല്ലാ പത്രങ്ങളും കമ്പനിയിൽ വാങ്ങും, എല്ലാ പത്രവും. അതോടൊപ്പം തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ പുസ്തകം വായിക്കുന്ന, എനിക്ക് പിന്നെ ഒരു പുസ്തക വായന എൻ്റെ ഒരു ഹരമായിരുന്നു. അത് ഞാൻ ശീലിച്ചത് ഈ കമ്പനിയിൽ നിന്നാണ്. എല്ലാവിധ നോവലുകളും, നേതാക്കന്മാരുടെ നോവലിസ്റ്റ് നമ്മൾ ബംഗാളി നോവലാണ് അന്ന് ഏറ്റവും കൂടുതൽ കമ്പനികളിൽ വായിച്ചിരുന്നത്. ഇപ്പോ നമ്മളിപ്പോ ബെന്യാമിൻ പറയുന്നുണ്ട് ആ കാലഘട്ടത്തിലെ പുസ്തകങ്ങളെ കുറിച്ചൊക്കെ. നമ്മളുടെ അദ്ദേഹത്തിന്റെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ എന്ന് പറയുന്ന പുസ്തകത്തിൽ അദ്ദേഹം അത് പറയുന്നുണ്ട്. തകഴിയുടെ കയറ്, യന്ത്രം, ഇതുപോലുള്ള നിരവധി പുസ്തകങ്ങൾ ആ കമ്പനി. അപ്പോൾ അന്ന് അത് മാത്രമല്ല, കമ്പനികൾ നടക്കുന്ന ചർച്ച, ഞാൻ കമ്പനി വന്നപ്പോൾ ആദ്യ ദിവസം തന്നെ കേൾക്കുന്ന ചർച്ച ചൈനയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ചെറിയ കാര്യങ്ങളല്ല. ഒരു സാധാരണക്കാരി പോയിട്ട് കമ്പനി പോയി ഇത് കെട്ടാൻ തുടങ്ങുമ്പോൾ ചൈനയിലെ ഞാനിങ്ങനെ മനസ്സുകൊണ്ട് വെച്ച് ഇവർക്ക് വേറൊന്നും ചർച്ചയിലില്ല, ഈ രാജ്യത്ത് എന്തെല്ലാം ഉണ്ട്. എൻ്റെ ഒരു ചെറിയ മനസ്സിലാണ് ഞാൻ അങ്ങനെ ചിന്തിച്ചത്. അപ്പൊ ചൈനയിലെ കാര്യമാണ്. പിന്നീടാണ് എനിക്ക് ബോധ്യമാകുന്നത് ചൈനയിലെയും ലോകത്തെല്ലാ രാജ്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലാണ് നമ്മളെല്ലാം ജീവിക്കുന്നത്. ആ വായനയിൽ കൂടി, രാഷ്ട്രീയ ചർച്ചയിൽ കൂടി ആണ് ഞാൻ രാഷ്ട്രീയ രംഗത്തേക്കും കടന്നു വരുന്നത്. അങ്ങനെയാണ് ഒരു സജീവ രാഷ്ട്രീയ രംഗത്തേക്ക്. സത്യത്തിൽ ഒരു ബീഡി തൊഴിലാളി ആയത് ജീവിതത്തിൽ അറിവിന്റെ വേറൊരു ലോകം തുറന്നു കിട്ടി, വായനയുടെ വേറൊരു ലോകം തുറന്നു കിട്ടി. ഒരു 7ാം ക്ലാസ്സുകാരിക്ക് എത്താൻ പറ്റാവുന്നതിന്റെ എല്ലാ മേഖലയിലും അഭിമാനിക്കുന്നത്. അങ്ങനെ എത്താൻ ഞാൻ ബീഡി തൊഴിലാളി അല്ലെങ്കിൽ ഒരു വീട്ടിനകത്ത് ഒരുപക്ഷെ ഒരു സാധാരണ വീട്ടമ്മയായി മാറിപ്പോവായിരുന്നു എന്ന് ഞാൻ ഇപ്പോഴും ചിന്തിക്കുന്നതാണ്. അപ്പൊ നമുക്ക് ചന്ദ്രനോടൊന്ന് ചോദിക്കാം. ചന്ദ്രൻ എത്രാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്? ഞാൻ 5ാം ക്ലാസ്. 5ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്. ഈ ബീഡി തെറുപ്പിന് ചെന്നപ്പോ ഉണ്ടായ ഒരു വായനയുടെ അനുഭവം എന്താണ്? വായന നമ്മളെ ഇത് ഇവര് പറഞ്ഞ മാതിരി തന്നെയാണ്. അത് ഓരോ സ്ഥലത്തും ഓരോ രീതിയാണ്. അത് പിന്നെ സ്ഥിരമായിട്ട് ഒരു വായിക്കുന്ന ഒരാളുണ്ടാവും, കുറഞ്ഞ വീടി തിരക്കുന്നു. അപ്പൊ അവർക്ക് എന്താന്ന് പറഞ്ഞാൽ എല്ലാ തൊഴിലാളികളും ഒരു നിശ്ചയിക്കുന്ന വീടിയാടെ മാറ്റി വെക്കും. അപ്പൊ അവര് ഒരു ദിവസത്തെ വേതനം അങ്ങനെയുണ്ട്. പല രീതിയിലും പല ജോലി സ്ഥലത്തും ആ രീതിയിൽ പല രീതിയിലും നടക്കും. ഇപ്പൊ വായനയും കാര്യമെല്ലാം ഗംഭീരം തന്നെ. എല്ലാം ഇപ്പൊ ഇവരെല്ലാം ഈ ഇലയും അതിന്റെ പൊടിയും സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇതെങ്ങനെയാണൊന്ന് ക്രമപ്പെടുത്തുന്നത് എന്ന് നമുക്ക് ആദ്യം ഒന്ന് ചോദിക്കാം. ശ്രീ മോഹനൻ, ഇപ്പൊ നിങ്ങൾ ബീഡി തീർക്കാൻ ചെല്ലുന്നു, ഇത് നിങ്ങൾക്ക് തരുന്ന ഒരു കോല എങ്ങനെയാണ് ശരിക്കും? ഇല എങ്ങനെയാണ് തരുന്നത്? വലിയ ഇലയായിട്ടാണ്? വലിയ ഇലയായിട്ട് തരുക. ആ ഇല മുറിച്ച് അത് ഇലയുടെ കണക്ക് എങ്ങനെയാണ് സാധാരണ തരുന്നത്? ഒരു കിലോ ഒരാൾക്ക് എത്രയാണോ തിരക്കാൻ സാധിക്കുന്നത് അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് തരുക. അത് ഒരു കിലോ ആണോ കണക്ക്? അല്ല, 1000 ബീഡിക്ക് ശരാശരി 500 ഗ്രാം. 500 ഗ്രാമാണ് ഉണ്ടാവുക. 1000 ബീഡി തിരക്കാൻ സാധിക്കും. നമുക്ക് അതിനകത്തേക്ക് തിരിച്ചു വരാം. അതിനിടയിൽ സതി, ഈ നമ്മുടെ പല ഈ ബീഡി തൊഴിലാളി മേഖലകളിൽ ജോലി ചെയ്ത ആളുകളുടെ കുടുംബ ജീവിതം, അതിൻ്റെ ഒരു ഭൗതിക സാഹചര്യങ്ങൾ,
സാമ്പത്തിക നില എങ്ങനെയായിരുന്നു? ഇപ്പം കാരണം അന്ന് ഏറ്റവും പ്രൗഢിയുള്ള ഒരു ജോലിയായിരുന്നു. എന്തായിരുന്നു നിങ്ങളുടെ ഒരു നിരീക്ഷണം? ഇപ്പോൾ കേരള ദിനേശ് ബീഡി 69 രൂപീകരിക്കപ്പെട്ടതിന് ശേഷം ഏറ്റവും പിന്നെ നല്ല വേതനം കിട്ടിയിട്ടുള്ള ഒരു സ്ഥാപനമാണ്. ഇപ്പോൾ ഈ മേഖലക്കകത്ത് ചൂഷണം നടക്കുന്നുണ്ട്. പക്ഷേ ഈ ദിനേശ് സാറിൻ്റെ മേഖലക്കകത്ത് എല്ലാ ആനുകൂല്യവും, അതായത് ഞായറാഴ്ച കൂലി, അതുപോലെ തന്നെ വർഷത്തെ ഹോളിഡേയുള്ള 14 ദിവസത്തെ വേതനം, അതുപോലെ തന്നെ PF, ഗ്രാറ്റുവിറ്റി, ബോണസ്, മെറ്റേണിറ്റി ലീവ് ഉൾപ്പെടെ എല്ലാം കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ്. അപ്പോൾ വീട് തൊഴിലാളികളുടെ ജീവിത സാഹചര്യം കുറേ കൂടി മെച്ചപ്പെട്ടു. അതിൻ്റെ ഒരു ഉദാഹരണം, എൻ്റെ കൂടെ തെരച്ച ഒരു തൊഴിലാളി, ശ്യാമള എന്ന പേര്, തൊഴിലാളിയുടെ ഭർത്താവ് ചന്ദ്രൻ, നെയ്ത്ത് തൊഴിലാളിയാണ്, കാരാൽ തെരുവിലാണ് പോയി. അവരുടെ മകള് ഇപ്പം കുട്ടികളെ ഡോക്ടറാണ്, ഡോക്ടർ മായ, പീഡിയാട്രിഷ്യൻ. തലശ്ശേരി ഗവൺമെൻറ് ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു. അപ്പോൾ അവരവിടെ നിന്ന് മാറി കൂത്തുപറമ്പിലും മറ്റും. അതുപോലെ തന്നെ ഈ തൊഴിലാളികൾ മക്കളിൽ വലിയൊരു വിഭാഗം ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യത, അതുപോലെ തന്നെ എഞ്ചിനീയർമാർ, ജീവിത സാഹചര്യം വലിയ രീതിയിലേക്ക് മാറി. പ്രത്യേകിച്ച് ബീഡി തൊഴിലാളി എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പം മോനേട്ടൻ പറഞ്ഞ പോലെ അന്ന് എൻ്റെ നാട്ടിൽ ബീഡി തൊഴിലാളി അധ്യാപകനെ കല്യാണം കഴിച്ചിട്ടുണ്ട്. അന്ന് ബീഡി തൊഴിലാളി എന്ന് പറഞ്ഞത് പിന്നെ എന്ന് പറഞ്ഞാൽ ഒരു കാലഘട്ടത്തിൽ മാഷന്മാർക്ക് ശമ്പളം ഉണ്ടായിരുന്നില്ല. എന്നാൽ ബീഡി തൊഴിലാളിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൂലിയുണ്ട്. അപ്പോൾ ആ രീതിയിലൊരു സമൂഹത്തിനകത്ത് കുറേ കൂടി ഒരു ഉയർന്ന വിഭാഗമായി ഒരു ബീഡി തൊഴിലാളികൾ മാറി. പ്രത്യേകിച്ച് ദിനേശിൻ്റെ രൂപീകരണം മുതൽ ആ മേഖലക്കകത്ത് കുടുംബ സംവിധാനത്തിലേറെ മെച്ചപ്പെടലുകൾ, മക്കളെ പഠിപ്പിക്കാനുള്ള അറിവ് നേടുന്നുണ്ട്, അവർക്കെല്ലാം വിദ്യാഭ്യാസം കൊടുക്കണം എന്ന രീതിയിലേക്ക് വരുന്നു. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള അന്ന് ഇപ്പം നമ്മൾ ബീഡിക്കകത്ത് പ്രതിസന്ധിയുണ്ട്. പക്ഷെ അന്ന് എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ 77 ദിനേശിലും 6 രൂപ 40 പൈസയാണ് കൂലി. ഇന്നിപ്പോൾ ഏകദേശം 580 മുകളിലാണ് കൂലി. അപ്പോൾ ആ രീതിയിൽ വലിയ ഒരു മെച്ചപ്പെടൽ ഈ മേഖലക്കകത്ത് ഉണ്ടായിട്ടുണ്ട് അല്ലേ? ശ്രീ മോഹൻ, എങ്ങനെയാണ് ഈ ഇല ഫസ്റ്റ് ഒന്ന് എടുത്ത്? ആദ്യം ഇങ്ങനെ ഒരു കെട്ടാണ് കിട്ടുക, ഇങ്ങനെ തൂക്കിയിട്ടാണ് കിട്ടുക. തൂക്കിയിട്ട് ആ ഇല, ഈ ഇല എവിടുന്ന് കിട്ടുന്ന ഇല ഇത്? ശരി, ഇതിപ്പോ എവിടെയായി ഇലയുടെ ആസ്ഥാനം? മധ്യപ്രദേശ്, ഒറീസ തുടങ്ങിയ സംസ്ഥാനങ്ങൾ. എന്തിന്റെ ഇലയാന്ന് വല്ല പിടിയുണ്ടോ? ഇത് ബീഡി ഉണ്ടാക്കുന്നതിനുള്ള ഒരു ഇല. ഈ ഇലക്ക് വല്ല പേരുണ്ടോ? ഇല്ല, അതില്ല, പ്രത്യേകിച്ച് പേരൊന്നും. ബീഡി ഇല നമ്മൾ. ഈ ഇലക്ക് സ്മെല്ല് വല്ലതും ഉണ്ടോ? ഇല്ല, പ്രത്യേകിച്ച് സ്മെല്ലൊന്നും. എന്നിട്ട് അതിന്റെ ഒരു ഇല എടുക്കുവോ? എന്നിട്ട് എങ്ങനെയാണ് അതിന്റെ പ്രവൃത്തി എന്നൊന്ന് നോക്കാൻ? ഇതെടുക്കും, ഇങ്ങനെ മുറിക്കും. ഇങ്ങനെ മുറിച്ചിട്ട് യെസ്, അതിലൊന്ന് കണ്ടിട്ട് വെർട്ടിക്കലായിട്ട് മുറിച്ചത് ഇതാണ് ഇതിന്റെ ഒരു ഇലയുടെ ഒരു അവസ്ഥ. ഇനി ഇതിനകത്ത് എന്താണ് ചെയ്യുക? അതൊന്ന് ചെയ്യൂ. എങ്ങനെയാ പദം വരുത്തുന്നത്? വെള്ളം കൊടുത്തിട്ട് അത് കുറെ ഒരു 500 പിടിന്റെ എല്ലാം ആയാലും പദം വരുത്തുക, എന്നിട്ട് അട്ടി വെക്കും, എന്നിട്ട് പദം വരുത്തി. എന്നിട്ട് അട്ടി വെച്ചാലേ ഉണ്ടോ ഇതിനകത്ത്? കട്ടി വെച്ചെന്ന് പറഞ്ഞു കൊടുക്കുക. ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇത് മുഴുവൻ. പദം വരുത്തി. ഇനി അതിനകത്ത് എങ്ങനെയാ ചെയ്യാം? ഇനിയിപ്പോ അതിന്റെ നിലയെടുത്തു, പുകയിലിട്ട് നിരത്തി ഉരുട്ടി മൂടുകുത്തി. മെല്ലെ മെല്ലെ എന്നാലേ ആളുകൾ കാണാൻ പറ്റും. ഇതിനൊന്നും എന്താ പറഞ്ഞ മൂടുകുത്തുക അല്ല, ആദ്യം പറഞ്ഞ എന്താണ്? എടുക്കുക, പുകയില നിരത്തുക. പുകയില നിരത്തി ഉരുട്ടുക, നിരത്തി ഉരുട്ടി മൂടുകുത്തുക. ഈ ഇങ്ങനെ കുത്തുന്നതിനാണ് മൂടുകുത്തുക. വാലുകുത്തിയില്ലേ? നിരത്തി ഉരുട്ടി മൂടുകുത്തി വാലുകുത്തി കെട്ടുക. അതൊരു രസകരമായ പോക്കാണ് കേട്ടോ. ഒന്നുകൂടി പറയാൻ പറ്റുമോ അത്? ഒന്നുകൂടി പറഞ്ഞേ. ഇല എടുക്കുക, പുകയില നിരത്തുക, ഉരുട്ടുക, മൂടുകുത്തുക, വാലുകുത്തുക, കെട്ടുക. എന്നാ ബീഡിന്റെ പണി പൂർത്തിയായി. ഒരു ബീഡി യാഥാർത്ഥ്യമായി, ഉത്പാദനമായി. സദീപ് എത്ര കാലമായി ഈ ജോലി ചെയ്തിട്ട്? ഞാനിപ്പോ 2008 ജോലി രാജിവെച്ചതാണ്. അപ്പൊ 16 കൊല്ലായി തിരക്കാറ്. ഇപ്പൊ ചെയ്യുന്നുണ്ടോ? വൃത്തിയുണ്ടോ അത് ചെയ്തിട്ട്? അല്ലല്ല, പറയാൻ കഴിയും, വൃത്തി ഉരുളിക്ക കുറവായിരിക്കും. കൈ മിനുസം വന്നപ്പോ ഈ കൈ ഇതിങ്ങനെ കാലാകാലം വർഷങ്ങളോളം ഇത് ചെയ്താല് ഈ കൈക്ക് എന്തെല്ലാം സംഭവിക്കുക? കൈ മിനുസപ്പെടും. അപ്പൊ പ്രായം കൂടുന്നതിനനുസരിച്ച് ഉൽപാദനം കുറവ് വരും. നമ്മള് മറ്റു ഇല്ല
അങ്ങനെ ഒരു പ്രായം കൂടുന്നതിന് ഉൽപാദനം കുറയുന്ന ഒരു മേഖലയായിരുന്നു. പ്രായം കൂടുന്തോറും ഉൽപാദനം ക്ഷമത കുറയാണ്. അതിന് പ്രധാന കാരണം ഉരുട്ടുക. അപ്പൊ ഇത് സോഫ്റ്റ് ആവുമ്പോൾ ഉരുട്ടാൻ പറ്റൂല. ഇല്ല, അതാണ് ഈ ബാച്ചിലർക്ക് എക്സ്പീരിയൻസ് കൂടുമ്പോൾ ഉൽപാദന ക്ഷമത കൂടുക. ഇതിനകത്ത് ഉൽപാദനക്ഷമത കുറയായി, നേരെ കുറയുക. എങ്ങനെയാണ് ചന്ദ്രൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ചെയ്യാൻ പറ്റുന്നുണ്ടോ? എത്ര വർഷമായി ഇത് ചെയ്ത് നിർത്തിയിട്ട്? 79 നിർത്തി. 80 നിർത്തി? ജോലി നിർത്തി. പിന്നീട് ഞാൻ ഇതിന്റെ മേസ്ത്രി ആയിട്ട് വളർത്തി. ഈ മേസ്ത്രിയുടെ പണി എന്തൊക്കെയാ? മേസ്ത്രി ഇതേപോലെ രാവിലെ വന്ന് ബ്രാഞ്ച് ഈ കെട്ടിടം തുറന്ന് പിന്നെ ഇപ്പോൾ ഇതെല്ലാം അവിടെ ഓരോ തൊഴിലാളിക്ക് അവരവരെ സ്ഥിതിക്കനുസരിച്ച് വിതരണം ചെയ്ത് ഇതേപോലെ ജോലി ആരംഭിച്ച് വൈകുന്നേരം പിറ്റേന്ന് രാവിലെ ഇതേപോലെ ഉണ്ടാക്കിയ ബീഡി എണ്ണിയിട്ട് കമ്പനിയിലേക്ക് കൊടുത്തേക്കും. അപ്പോൾ മേസ്ത്രി ആയി കഴിഞ്ഞാൽ പിന്നെ തിരക്കണ്ട. മേസ്ത്രിയായ പിന്നെ തിരക്കണ്ട. ഇതെല്ലാം നോക്കി നടത്തിയാൽ മതി. അതാണ് അതിന്റെ ശീലം, സിസ്റ്റം. എല്ലാം പരിശോധിക്കണം. എത്ര മേസ്ത്രിമാരുണ്ടാവും? മേസ്ത്രിമാര് ഇതിന്റെ ദിനേശിന്റെ പിന്നെ അതിന്റെ വർക്കിലൂടെ യഥാർത്ഥത്തിൽ 85 തൊഴിലാളിയാണ് ഒരു മേസ്ത്രിക്ക്. ഒരു മേസ്ത്രി. ഈ തൊഴിലാളികളൊക്കെ പറഞ്ഞ കേൾക്കോ? മേസ്ത്രി കുരുത്തക്കേടുള്ളവരുണ്ടോ? പണി കൃത്യമായിട്ട് ചെയ്യാത്തവര്? അതെല്ലാം പിന്നെ സാധാരണഗതിയിൽ ഉണ്ടാകുന്ന ഒരു ചെറുപ്പക്കാരുണ്ട്, കുറേശ്ശനെല്ലാം ഉണ്ടാവും. അന്നേരം നമ്മൾ ബന്ധപ്പെട്ട റിപ്പോർട്ട് ചെയ്യും. അതിന് ഓഫീസിൽ നിന്ന് അതിൻ്റെ നടപടിക്രമം ഒന്നിക്കൽ മാറ്റി നിർത്തും. ഇതെല്ലാമായിട്ട് ചെയ്യും. ജോലിയിൽ നിന്ന് മാറ്റി നിർത്തും. അങ്ങനെ പല കുസൃതിയെല്ലാം കളിക്കുന്ന തൊഴിലാളികൾ. എന്തൊക്കെ കുസൃതികളാണ് മേസ്ത്രി ഈ തൊഴിലാളികൾ ചെയ്യുക? പ്രധാനമായിട്ട് അന്നത്തെ കാലത്ത് എന്തൊക്കെ കുസൃതികളാണ് തൊഴിലാളികൾ ചെയ്യുക? കുസൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനവന് തോന്നുന്ന ഒരു ഇതുണ്ടല്ലോ, അത് എല്ലാവർക്കും ഇല്ല. ചിലര് ഒന്ന് പറഞ്ഞാൽ അനുസരിക്കൂല. പിന്നെ ഇതെല്ലാം ഉണ്ട്. പിന്നെ ഈ തൊഴിലാളികൾ പുരുഷന്മാരും ജോലി ചെയ്യുമ്പോൾ ചില പ്രണയങ്ങളും വഴക്കങ്ങളും. ഏതെങ്കിലും പ്രണയം പൊളിച്ചിട്ടുണ്ടോ? അപ്പോ അന്നേരം പിന്നെ പ്രശ്നങ്ങളായാൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യും. അല്ല, അപ്പൊ പ്രണയം സ്വസ്ഥമായി നടന്നു പോയ ഇടപെടില്ല. പ്രണയിക്കുന്നതിന് തെറ്റൊന്നുമില്ല. ഏതൊക്കെ പ്രണയത്തിന് സപ്പോർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്? സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ നമ്മള് ഒരു വിഘാതം സൃഷ്ടിക്കലില്ല. ഇല്ല, സൗകര്യം ചെയ്തു കൊടുക്കും. കത്ത് ചെയ്യാനൊക്കെ ഒരു എന്താന്ന് പറഞ്ഞാൽ അത് പിന്നെ പല കുഴപ്പങ്ങളും ഉണ്ടാവും. ഏത് കുഴപ്പം അങ്ങനെ ഓർമ്മയിലുള്ളത്? പ്രണയം ഒരു കലാപമായി മാറിയത് അല്ലെങ്കിൽ ഒരു കലഹമായി എന്ന് പറഞ്ഞാൽ അതെല്ലാം ഓരോ സ്വഭാവ രീതിയിലാണ് വരുന്നത്. അങ്ങനെ നടപടി. ചന്ദ്രൻ കല്യാണം കഴിച്ച് പ്രണയിച്ചാണോ കല്യാണം കഴിച്ചത്? ഇല്ല. ഈ പ്രണയമൊക്കെ കണ്ടിട്ട് പ്രണയിക്കാൻ തോന്നിയില്ല? ഞാൻ കല്യാണം കഴിക്കുമ്പോ എന്റെ അച്ഛൻ പോയിട്ട് പെണ്ണ് കണ്ടതാണ്. അല്ല, അത് ഞാൻ ഇങ്ങനെ ചോദിക്കാൻ കാരണേ, ഇന്ന് പ്രണയിക്കാൻ വളരെ എളുപ്പമാണ്. കാരണം കയ്യിൽ മൊബൈൽ ഉണ്ടല്ലോ, ഹായ് എന്ന് പറഞ്ഞൊന്നും കിട്ടാ മതി. പണ്ട് അങ്ങനെ നടക്കൂല്ലോ, നോട്ടം. അന്നത്തെ ഇത് അന്നെങ്ങനെയൊക്കെയാ പ്രണയം നടക്കല്? പ്രണയം എങ്ങനെയായിരുന്നു? നമ്മളൊക്കെ അതിന് പുറകോട്ടായത് നമ്മളെ സാമൂഹിക ചുറ്റുപാടാണ്. ഇതൊക്കെ പിന്നെ ഒരു എന്തോ ഒരു വേറെ അങ്ങനെയൊന്നും പാടില്ല. ഈ പ്രണയം നമുക്ക് പറ്റിയ പണിയല്ല എന്നുള്ള മദ്യപാനം ഇതെല്ലാം അങ്ങനെയാണ്. അങ്ങനെ ഒരു അച്ചടക്കത്തിൽ ചിട്ടയിലാണ് വളർത്തിയത്, വളർന്നു വന്നത്. അപ്പൊ അന്നത്തെ പ്രണയത്തെ കുറിച്ച് തോന്നലുണ്ട്? എങ്ങനെയൊക്കെ ഇവര് ലൈൻ അടിക്കുന്നത് നോക്കൂല. ഇപ്പം പറയാൻ വേണ്ടി അല്ല, പറയുക എങ്ങനെയാന്ന് വെച്ചാല്, നിങ്ങൾ എന്തായാലും 85 പേരെ നിരീക്ഷിക്കൂലോ, അതിനകത്ത് ആണും പെണ്ണും ഉണ്ടല്ലോ. അപ്പൊ ഈ ആണും പെണ്ണും തമ്മിൽ ഒരു ലൈന് വലിച്ചാൽ അത് മനസ്സിലാവൂലേ? ഒരു പ്രണയം ഉണ്ടെന്ന് മനസ്സിലാവൂലേ? അത് എന്റെ ഇതെല്ലാം ഒരു നല്ല ശതമാനം സ്ത്രീകള് ഈ ദിനേശ് ബീഡിന്റെ നല്ല വളർച്ചേന്റെ ടൈമിന് ഒരുപാട് കല്യാണങ്ങൾ നടന്നു. അതൊരു വലിയ കാര്യമാണ്. നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത രീതിയിൽ അത് ഈ പറയുന്ന കുറേശ്ശനെല്ലാം ഇതും ഉണ്ടാവും, പ്രണയം ഉണ്ടാവും. അങ്ങനെ തന്നെ പറയണമല്ലോ. ഒരുപാട് കല്യാണം. ശരി, ഓക്കെ. വി സതി, വളർന്നു വന്ന നേതാക്കൾ
ദിനേശ് പീഡി, ഇപ്പോൾ ഞാനൊക്കെ അറിയുന്ന ഈ നാരായണൻ, നിങ്ങൾ പറയും പോലെ അങ്ങനെയുള്ള കുറച്ച് ആളുകൾ ആരെയൊക്കെയാണ് താങ്കളുടെ ഓർമ്മയിൽ കടന്നു വരുന്നത്? ഈ നാരായണൻ, അതുപോലെ പി വിജയേട്ടൻ. പി വിജയേട്ടൻ നേരത്തെ ഈ ഗണേശ് ഇവിടെ മംഗലാപുരം ജയിലിൽ കിടന്ന ഒരാളാണ് സമരത്തിന്റെ ഭാഗമായിട്ട്. പി വി കുട്ടിയേട്ടൻ, അതുപോലെ സഹദേവാട്ടൻ, അതുപോലെ തന്നെ ശ്രീകണ്ണാട്ടൻ. ഈ വൈവിധ്യവൽക്കരണത്തിന്റെ ദിനേശ് ഒരു ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ശ്രീകണ്ണാട്ടന്റെ എല്ലാം വലിയ പങ്ക് അതിനകത്ത് വൈവിധ്യവൽക്കരണത്തിന്റെ ഭാഗമായുള്ള ചർച്ചയും വരാം. വടപതി വാസുവേട്ടൻ, അദ്ദേഹം വീട് തൊഴിലാളിയാണ്, പുഞ്ചയിൽ നിന്നാണ് വേട്ടൻ. അതെല്ലാം നമ്മുടെ തലശ്ശേരി തന്നെ ഉള്ള കുറെ ആളുകളാണ്. കണ്ണൂരിൽ അങ്ങനെ താങ്കളുടെ ഓർമ്മയിലുള്ള പ്രഗത്ഭരായ നേതാക്കൾ ഈ പറഞ്ഞ ശ്രീകണ്ഠനും കെ പി സഹദേവനും അല്ലാത്ത എൻ അബ്ദുള്ള, ഗണേശ് പീഡി നിൽക്കുന്ന കാലത്ത് അതിൻ്റെ യൂണിയൻ്റെ സെക്രട്ടറി സ്ഥാനം അദ്ദേഹത്തിനായിരുന്നു. അങ്ങനെ ഒത്തിരി പ്രമുഖരുണ്ടായിരുന്നു. പൂക്കോടൻ ചന്ദ്രൻ, അവരൊക്കെ വീടിയുണ്ടായിരുന്നു അല്ലേ? ഇന്നിപ്പം ബീഡി തെറുക്കുന്ന തൊഴിലാളികൾ എത്ര പേരുണ്ട്? മൊത്തം നമ്മൾ ദിനേശ് പീഡിന്റെ കീഴിലുള്ള തൊഴിലാളികളാണ് ഇപ്പോൾ 3000 ദിനേശ് പീഡി തെറുക്കുന്ന തൊഴിലാളികളാണ് ഇപ്പോഴും. മാർക്കറ്റ് എങ്ങനെയുണ്ട് ഇപ്പോൾ? മാർക്കറ്റ് ഇപ്പം മോശമാണ്. അതുകൊണ്ടാണ് 4 ദിവസം പണിയാക്കിയിരിക്കുന്നത്. ദിനേശ് പീഡി തൊഴിലാളികൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. അതാണ് ഇപ്പൊ നേരിടുന്ന പ്രതിസന്ധി. മറ്റൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് നികുതി കൊടുക്കാതെ കണ്ട് അനധികമായി ഉത്പാദിപ്പിക്കുന്ന വീടി കുറഞ്ഞ വിലക്ക് ഇവിടെ വിൽക്കുന്നു. ഇപ്പോഴും ബീഡി ആൾ വലിക്കുന്നുണ്ട്. നേരത്തെ ഉള്ള ഇല്ലെങ്കിലും പുകവലിയുണ്ട്. അപ്പൊ വൈവിധ്യവൽക്കരണത്തിന്റെ ഭാഗമായി പലർക്കും ജോലി ലഭിക്കുന്നുണ്ട്, ഇതിൽ നിന്ന് മാറുന്നുണ്ട്. ഓക്കെ, നമ്മുടെ സമയം തീരുകയാണ്. നമ്മളൊരു സിനിമ കാണുന്ന ഒരു രസമുണ്ട് ഈ എപ്പിസോഡിൽ. കാരണം ഇവരൊക്കെ പങ്കുവെച്ച അനുഭവങ്ങൾ കേട്ടല്ലോ പ്രേക്ഷകർ. ഇനി അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുമോ? നമുക്ക് സാധ്യത കുറവല്ലേ? കാരണം ഹൈടെക് യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. 2 രൂപ ആഴ്ചയിൽ ശമ്പളം കിട്ടുക, അതിൽ നിന്ന് നോറ്റ് സൂക്ഷിക്കുന്ന ആ പണത്തിൽ നിന്ന് ഒരു ടൈം പീസ് വാങ്ങാൻ പോവുക. ഇത് സമയമറിയാൻ, ഇന്ന് സമയമറിയാൻ എവിടെ നോക്കിയാലും സമയമറിയാം. അത്രയധികം യന്ത്ര സാമഗ്രികളാണ് നമ്മുടെ ചുറ്റും. പിന്നെ ജീവിത നിലവാരം. അന്നൊരു വീടിത്തൊഴിലാളി എന്ന് പറഞ്ഞാൽ ഇതൊരു പ്രൗഢിയായിരുന്നു. അധ്യാപകരെ വിവാഹം കഴിക്കാം, അവരുടെ മക്കളൊക്കെ ഉന്നത നിലവാരത്തിലെത്തി. അങ്ങനെ ഒരു പ്രൗഢമായ ഒരു കാലം ബീഡി തൊഴിലാളികൾക്കുണ്ടായിരുന്നു. ഇപ്പോൾ പുകവലി ഹാനികരമാണ്. അതുകൊണ്ട് തന്നെ ബീഡി തൊഴിലാളികളെയോ അല്ലെങ്കിൽ ബീഡി വ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കുകയല്ല ഈ നേർരേഖയുടെ ഉത്തരവാദിത്വം. ഞങ്ങളിതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. പുകവലി ശരീരത്തിന് ഹാനികരമാണ്, ക്യാൻസറിന് ഇടവരുത്തുമെന്ന് പഠനങ്ങൾ തെളിയിച്ചു കഴിഞ്ഞു. ഇവർ വൈവിധ്യവൽക്കരണത്തിൻ്റെ മേഖലയിലേക്ക് ദിനേശ് ബാബു എന്ന ചെയർമാൻ്റെ നേതൃത്വത്തിൽ വലിയ വൈവിധ്യവൽക്കരണമാണ് ദിനേശ് സഹകരണ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നത്. ഇനി എത്ര കാലം ഇതുപോലെ ചന്ദ്രൻ ഈ ഇരുന്ന് കട്ട് ചെയ്യുന്നത് പോലെ വീട് തിരക്കുന്നത് പോലെ, അതിന് പറഞ്ഞ കമൻറ്റുകളൊക്കെ നല്ല രസകരമായിരുന്നു. അങ്ങനെ ഇനി എത്ര കാലം എന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല. ഇപ്പോൾ ആഴ്ചയിൽ 4 ദിവസം മാത്രമാണ് ജോലി. അതുകൊണ്ട് തന്നെ ഈ തൊഴിൽ ഇനി നമുക്ക് ഓർമ്മകളിലേക്ക് മായാൻ സാധ്യതയുണ്ട്. അങ്ങനെ മായുമ്പോൾ ഓർത്തിരിക്കാൻ, ഇവരുടെയൊക്കെ ജീവിതം പഠിക്കാൻ സതിയെപ്പോലുള്ള, മോഹനെ പോലുള്ള, ചന്ദ്രനെ പോലുള്ള ആളുകൾ കടന്നു വന്ന 100 കണക്കിന് തൊഴിലാളികളുണ്ട്. ഈ ഫ്രെയിമിൻ്റെ ബാക്കിൽ നിങ്ങൾക്ക് കാണാം. 1,00,000 പേരിൽ നിന്ന് 3000 ചുരുങ്ങി. അതിന് ചുരുങ്ങി ഇല്ലാതാകാനുള്ള കാലം വിദൂരമല്ല. പക്ഷെ ഇവർക്കെല്ലാം പുതിയ ലാവണങ്ങൾ ഒരുക്കുകയാണ് ദിനേശ് സഹകരണ സംഘം. അപ്പോൾ ഇത് ഒരനുഭവമാണ്, ഒരു ജീവിതമാണ്, ഒരു പഠന ശാഖയാണ്, ഇതൊരു പാഠപുസ്തകമാണ്. പഠിക്കണം നമ്മൾ ഈ പഴയ കാലത്തെ, ഓർക്കണം ഈ ജീവിതങ്ങളെ. അത്രമാത്രമാണ് നേർരേഖയ്ക്ക് പറയാനുള്ളത്. പങ്കെടുത്ത 3 പേർക്കും നേർരേഖയുടെ നന്ദി, നമസ്കാരം.